ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗത്തിൻ്റെ തുടർച്ച. താമസവും രാജസവും സാത്വികവുമായ ത്യാഗങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വിവരിച്ചത്. വീണ്ടും അതിൻ്റെ വിശദീകരണം തുടർന്ന് കേൾക്കാം തുടർന്നു വരുന്ന ശ്ലോകങ്ങളിലും. ഇനി 11-ാമത്തെ ശ്ലോകം. നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷതഃ യസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യഭിധീയതേ. ദേഹഭൃത ശരീരമുള്ളവനാൽ കർമാണി കർമ്മങ്ങൾ അശേഷതഃ ബാക്കിയില്ലാതെ അല്ലെങ്കിൽ മുഴുവനായിട്ട് ത്യക്തും ത്യജിക്കാൻ ശക്യം നഹി കഴിയപ്പെട്ടതാകുന്നില്ല അല്ലെങ്കിൽ സാധിക്കുന്നില്ല. യഹതു ഏതൊരുത്തനാകട്ടെ കർമ്മഫലത്യാഗി കർമ്മഫലത്തിൻ്റെ ത്യാഗിയാകുന്നുവോ സഹ അവൻ ത്യാഗി ഇതി അഭിധീയതേ ശരിയായ ത്യാഗി എന്ന് പറയപ്പെടുന്നു. ദേഹാഭിമാനിയായ ജീവന് മുഴുവൻ കർമ്മങ്ങളെയും ത്യജിക്കാൻ സാധ്യമല്ല. എന്നാൽ ആരാണോ ഫലകാംക്ഷയെ ത്യജിക്കുന്നത് അയാൾ ത്യാഗി എന്ന പേരിന് അർഹനത്രേ. ദേഹഭൃത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ദേഹത്തെ ധരിച്ചിരിക്കുന്നവൻ. അവൻ ദേഹമാണ് ആത്മാവ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് കർമ്മങ്ങളെ നിശേഷം ഉപേക്ഷിക്കുക എന്നത് അസാധ്യമാണ്. ദേഹാഭിമാനിയായവന് ക്ഷണനേരം പോലും എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ സാധ്യവുമല്ല. വെറുതെ ഇരിക്കുമ്പോൾ പോലും മനസ്സും ബുദ്ധിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ജീവൻ്റെ ലക്ഷണം തന്നെ കർമ്മമാണ്. കർമ്മത്തിൽ നിന്നുണ്ടായതാണ് ഈ ശരീരം. അതുകൊണ്ട് തന്നെ ശരീരത്തിന് കർമ്മസന്യാസം എന്നത് അസാധ്യമായിട്ടും വരുന്നു. പിന്നെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നത് കർമ്മഫലത്തെ മാത്രമാണ്. അപ്രകാരം കർമ്മഫലത്തെ ത്യജിച്ചുകൊണ്ട് ശരീരധർമ്മമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനാണ് ഉത്തമനായ ത്യാഗി. ദേഹമാണ് ആത്മാവ് എന്ന ധാരണയില്ലാതെ ദേഹം ധരിക്കുന്നവന് മാത്രമേ സമ്പൂർണ്ണ കർമ്മസന്യാസം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി 12-ാമത്തെ ശ്ലോകം. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. കർമ്മണഃ കർമ്മത്തിന് ഇഷ്ടം ഇഷ്ടമായും അല്ലെങ്കിൽ സുഖമായും അനിഷ്ടം അനിഷ്ടമായും അസുഖമായും മിശ്രം ച ഇത് രണ്ടും ചേർന്ന് സുഖവും അസുഖവുമായിട്ട് മിശ്രമായുള്ള ത്രിവിധം 3 തരം ഫലം പ്രയോജനം അത്യാഗിനാം ത്യാഗികളല്ലാത്തവർക്ക് പ്രേത്യ പരലോകത്ത് അല്ലെങ്കിൽ ജന്മാന്തരത്തിൽ ഭവതി ഉണ്ടാകുന്നു. സന്യാസിനാം തു ത്യാഗികൾക്കാകട്ടെ ക്വചിത് ഒരിടത്തിലും ഇഹത്തിലും പരത്തിലും ന ഭവതി ഉണ്ടാകുന്നില്ല. അതായത് ഈ 3 തരത്തിലുള്ള ഫലങ്ങളും ഉണ്ടാകുന്നില്ല. ഇഷ്ടം അനിഷ്ടം അല്ലെങ്കിൽ സുഖം ദുഃഖം സുഖദുഃഖ സമ്മിശ്രം എന്നിങ്ങനെ കർമ്മത്തിന് 3 തരത്തിലുള്ള ഫലം ത്യാഗികളല്ലാത്തവർക്ക് മരണാനന്തരവും സംഭവിക്കുന്നു. എന്നാൽ സന്യാസിക്കാവട്ടെ ഇവ ഒരിക്കലും സംഭവിക്കുന്നുമില്ല. കർമ്മങ്ങളുടെ ഫലം 3 തരത്തിൽ വരും. സുഖമായും ദുഃഖമായും സുഖദുഃഖങ്ങൾ കൂടിക്കലർന്നതായും. ഇതെല്ലാം ഫലത്തിൽ ആശ വച്ച് കർമ്മം ചെയ്യുന്നവരെ ബാധിക്കും. ഈ ജീവിതത്തിൽ മാത്രമല്ല അതിനുശേഷവും ജീവാത്മാവിനെ കർമ്മഫലങ്ങൾ പിന്തുടർന്ന് ചെല്ലും. ഉത്കർഷത്തിനും അപകർഷത്തിനുമുള്ള പ്രേരണകൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഉത്കർഷത്തിനുള്ള പ്രേരണയ്ക്കനുസരിച്ച് ആത്മഭാവത്തിലേക്ക് ഉയരുന്ന ഒരു വ്യക്തിയിൽ അശുഭവാസനകൾ മുഴുവനും ഇല്ലാതെയാകും. ആത്മസാക്ഷാത്കാരം സിദ്ധിക്കുന്നവന് പിന്നെ പുനർജന്മമില്ല. കാരണം അവനെ വാസനകൾ ബന്ധിക്കുന്നില്ല. അവനാണ് യഥാർത്ഥത്തിൽ കർമ്മസന്യാസം ചെയ്യുന്നത്. ത്യാഗത്തെക്കുറിച്ച് സൂക്ഷ്മമായി പരിശോധിക്കുകയും കർമ്മത്തിൻ്റെ ഘടകങ്ങൾ ഏതെന്ന് പറഞ്ഞു തരികയും ചെയ്യുന്ന ശ്ലോകങ്ങളാണ് ഇനി വരുന്നത്. 13-ാമത്തെ ശ്ലോകം നോക്കാം. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. മഹാബാഹോ ഹേ വീരാത്മൻ സർവകർമ്മണാം സകല കർമ്മങ്ങളുടെയും സിദ്ധയെ സിദ്ധിക്ക്
കൃതാന്തേ കർമാന്തമായ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ അവസാനമായ സാഖ്യേ വേദാന്തശാസ്ത്രത്തിൽ പ്രോക്താനി പറയപ്പെട്ടവയായ ഇമാനി പഞ്ചകാരണാനി ഈ 5 കാരണങ്ങളെ മേ നിബോധ എൻ്റെ അടുക്കൽ നിന്നും നീ അറിഞ്ഞുകൊള്ളുക. അല്ലയോ മഹാബാഹോ, സർവകർമ്മങ്ങളും സാധിക്കുന്നതിനുള്ള 5 കാരണങ്ങളെ കർമ്മപരിസമാപ്തിയെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യാത്മശാസ്ത്രത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. അത് നീ എന്നിൽ നിന്നും കേട്ടുകൊള്ളുക. സ്വാർത്ഥ താൽപ്പര്യങ്ങളും ഫലാസക്തിയും കൂടാതെ കർമ്മം ചെയ്യാൻ ഭഗവാൻ പറയുമ്പോൾ അതെങ്ങനെ എന്ന് അർജുനന് സംശയം തോന്നി. അത് പരിഹരിക്കാനായി ഭഗവാൻ കർമ്മത്തിൻ്റെ സ്ഥൂലപ്രകൃതിയും സൂക്ഷ്മഭാവങ്ങളും എല്ലാം അപഗ്രഥിക്കാൻ പോവുകയാണ്. ഭൗതികമായാലും ആധ്യാത്മികമായാലും കർമ്മത്തിൻ്റെ വിജയത്തിന് 5 ഘടകങ്ങൾ ഒത്തുവരേണ്ടതുണ്ട്. അത് 5ഉം കർമ്മത്തിൻ്റെ അവയവങ്ങളാണ്. അവ ഏതൊക്കെയാണെന്ന് പറയുന്നു 14-ാമത്തെ ശ്ലോകത്തിൽ. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാ ദൈവം ചൈവാത്ര പഞ്ചമം. അധിഷ്ഠാനം ഇരിപ്പിടവും തഥാ അപ്രകാരം കർത്ത കർത്താവ് അല്ലെങ്കിൽ വ്യക്തിബോധവും പൃഥക് വിധം വേറെ വിധമായ കരണം ച ഇന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും വിവിധ പലതരത്തിലുള്ള പൃഥക് ചേഷ്ടാച വെവ്വേറെയായ ചേഷ്ടകളും അത്ര ഇതിൽ ഈ കർമ്മസിദ്ധിയിൽ പഞ്ചമം 5-ാമത്തേത് ദൈവം ചയേവ ദൈവവും തന്നെ അല്ലെങ്കിൽ പ്രകൃതി ശക്തിയും തന്നെ. കർമ്മങ്ങളുടെ അധിഷ്ഠാനമായ ശരീരം, കർത്താവ്, വിവിധ കരണങ്ങൾ അതായത് ഇന്ദ്രിയങ്ങൾ, വിവിധ ചേഷ്ടകൾ, 5-ാമതായി ദൈവം അഥവാ അധിഷ്ഠാന ദേവതകളും. ശരീരം കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് എന്നതുകൊണ്ട് ശരീരം കർമ്മത്തിൻ്റെ അധിഷ്ഠാനമാണ്. ഇനി ഇതെല്ലാം ഞാൻ ചെയ്യുന്നു എന്ന വ്യക്തിബോധം, അതാണ് കർത്താവ് എന്ന് പറയുന്നത്. ആ കർത്താവ് തന്നെയാണ് ഭോക്താവും, അതായത് അനുഭവസ്ഥനും. കർമ്മം ചെയ്യുന്നതിന് ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ആവശ്യമാണ്. ഇവയുടെയെല്ലാം വിവിധ വ്യാപാരങ്ങളെയാണ് ചേഷ്ടകൾ എന്ന് പറയുന്നത്. ഇതിനെല്ലാം ആധാരമായ പ്രകൃതി ശക്തിയും കൂടി ചേർന്നതാണ് ഈ 5 ഘടകങ്ങൾ. 5-ാമതായി പറഞ്ഞ പ്രകൃതി ശക്തി അഥവാ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ പഞ്ചമഹാഭൂതങ്ങളാണ്. ശ്രോത്രത്തിന് ആകാശം, ത്വക്കിന് വായു, കണ്ണിന് അഗ്നി, നാവിന് ജലം, മൂക്കിന് ഭൂമി എന്നിങ്ങനെയാണ് അധിഷ്ഠാന ദേവതകളെ പറയുന്നത്. അധിഷ്ഠാന ദേവതകൾ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളിലെ ശക്തി എന്നാണ് അർത്ഥം. കണ്ണിലെ കാഴ്ചശക്തി, ചെവിയിലെ കേൾവിശക്തി, ത്വക്കിൻ്റെ സ്പർശനശേഷി, നാവിന് രുചിയറിയാനുള്ള കഴിവ്, മൂക്കിന് ഘ്രാണശക്തി. കർമ്മങ്ങൾ ശരിയായി നടക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ നന്നായി പ്രവർത്തിക്കണം. മേൽപ്പറഞ്ഞ പഞ്ചഘടകങ്ങളെ ലളിതമായി പറഞ്ഞാൽ 1-ാമത്തേത് ശരീരം, 2-ാമത്തേത് കർത്തൃത്വ അഭിമാനിയായ ജീവൻ, 3-ാമതായി പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ 4-ാമത് ചേഷ്ടകളാണ് വരുന്നത്. അത് പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ വഴിയാണ്. 5-ാമത് അധിഷ്ഠാന ശക്തിയായ പഞ്ചമഹാഭൂതങ്ങളും. ഈ ഘടകങ്ങളെല്ലാം ചേരാതെ കർമ്മം ചെയ്യാനാവില്ല. ഭഗവാൻ തുടരുന്നു വീണ്ടും 15-ാം ശ്ലോകത്തിൽ. ശരീരവാങ്മനോഭിർയത് കർമ്മ പ്രാരഭതേ നരഃ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. നരഃ മനുഷ്യർ, ശരീര വാങ്മനോഭി ശരീരം, വാക്ക്, മനസ്സ് ഇവ കൊണ്ട് ന്യായം വാ ന്യായമായിട്ടോ വിപരീതം വാ വിപരീതമായിട്ടോ യത് കർമ്മ യാതൊരു കർമ്മം പ്രാരഭതേ തുടങ്ങുന്നുവോ തസ്യ അതിൻ്റെ ഹേതവഃ കാരണങ്ങൾ ഏതേ ഇവ പഞ്ച 5ഉമാണ്. ശരീരം, വാക്ക്, മനസ്സ് എന്നിവ കൊണ്ട് ഏതൊരു കർമ്മം ഒരു മനുഷ്യൻ നിർവഹിക്കുന്നുവോ അത് ന്യായമോ അതിന് വിപരീതമോ ആവട്ടെ, ഇവ 5ഉമാണ് അതിൻ്റെ ഹേതുക്കൾ. മനസ്സുകൊണ്ട് വിചാരിക്കുന്നതോ
വാക്കുകൊണ്ട് പറയുന്നതോ ശരീരം കൊണ്ട് ചെയ്യുന്നതോ ആയ ഏത് കർമ്മവും ന്യായമായാലും അന്യായമായാലും അതിനെല്ലാം ഹേതുവായി വരുന്നത് ഈ പറഞ്ഞ 5 ഘടകങ്ങൾ തന്നെയാണെന്ന് ഇവിടെ ഊന്നി പറയുന്നു. കണ്ണടയ്ക്കുക, തുറക്കുക തുടങ്ങി നൈസർഗികമായി നടക്കുന്ന ചേഷ്ടകളായാലും ധാർമ്മികമോ അധാർമികമോ ശാസ്ത്രവിധി പ്രകാരമോ അതിന് വിരുദ്ധമായതോ ഒക്കെയായി ജീവിക്കുമ്പോൾ നാം ചെയ്തു കൂട്ടുന്ന എല്ലാ കർമ്മങ്ങളും ഈ 5-ൽ തന്നെ അധിഷ്ഠാനമായി നിൽക്കുന്നു. ഇനി 16-ാമത്തെ ശ്ലോകം. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഃ പശ്യത്യകൃതബുദ്ധിത്വാദ് ന സ പശ്യതി ദുർമതി. തത്ര ആ 5 കാരണം ഏവാ സതി ഇപ്രകാരമുള്ളപ്പോൾ യഹ തു യാതൊരുത്തനാകട്ടെ ആത്മാനം ആത്മാവിനെ കേവലം മാത്രം കർത്താരം കർത്താവായി പശ്യതി കാണുന്നുവോ സഹ അവൻ അകൃതബുദ്ധിത്വാത് സംസ്കാരമില്ലായ്മ മൂലം ന പശ്യതി സത്യത്തെ കാണുന്നില്ല. യാഥാർത്ഥ്യം ഇപ്രകാരമാണെന്നിരിക്കെ പ്രസ്തുത കാരണങ്ങളിൽ ആരാണോ കേവല സാക്ഷിയായ പരമാത്മാവിനെ കർത്താവ് എന്ന് കരുതുന്നത് വിവേകശൂന്യനായ അവൻ അന്ധക്കരണ ശുദ്ധിയില്ലായ്മയാൽ സത്യം കാണുന്നില്ല. ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ കർമ്മം നടക്കുകയുള്ളൂ. പക്ഷേ കർമ്മം ആത്മാവിൻ്റേതല്ല, ജഡമായ പ്രകൃതിയുടേതാണ്. ജഡമായ ശരീരവും ആത്മചൈതന്യവും ചേരുമ്പോഴാണ് ജീവനുണ്ടാകുന്നത്. ശരീരം, കർത്താവ്, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചമഹാഭൂതങ്ങൾ എന്നിങ്ങനെയുള്ള 5ഉം ജഡമായ പ്രകൃതിയുടേതാണ്. ഈ ജഡത്തെയും ചൈതന്യത്തെയും വേർതിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് മൂഢമായ ജീവൻ ആത്മാവിനെ കർത്താവായി കാണുന്നത്. മനസ്സിനും ബുദ്ധിക്കും വേണ്ട സംസ്കരണവും ശിക്ഷണവും ലഭിച്ചിട്ടുള്ള വിവേകിക്ക് മാത്രമേ ശരിയായ ആത്മതത്വം അറിയാൻ കഴിയൂ. വേദങ്ങളും സ്മൃതികളും എല്ലാം ആത്മാവിനെ നിർവികാരമായി, നിരവയവമായി, അസംഗമായി, നിഷ്ക്രിയമായി, ഏകമായി, ശുദ്ധമായി ഉദ്ഘോഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ശാസ്ത്രപഠനം കൊണ്ടും തത്വവിചാരം കൊണ്ടും നാം സ്വയം സംസ്കരിക്കപ്പെടണം. ആത്മതത്വം ശരിയായി ഗ്രഹിക്കണം. ഹരി ഓം തത്സത്.